എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം തായ്ലൻഡിൽ പോയിട്ടുള്ള രണ്ടാമത്തെ പ്ലേസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ടൈഗർ ടോപ്പിക്ക് ശേഷം പോയിട്ടുള്ള സ്ഥലമാണ് പട്ടായയിലെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങളും റെസ്ട്രിക്ഷൻസും ഒക്കെ നമ്മുടെ ഗൈഡ് പറഞ്ഞു തരാണ്. പിന്നെ എപ്പോഴാണ് തിരിച്ചു വരേണ്ടത്, ഏത് പ്ലേസിലോട്ടാണ് തിരിച്ചു വരേണ്ടതെന്നൊക്കെ നമ്മുടെ ഗൈഡ് ചേട്ടൻ പറഞ്ഞു തരാണ്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്തും ഇതേപോലെ ടിക്കറ്റുകളൊന്നുമില്ല. എല്ലായിടത്തും ഇതേപോലെ സീലാണ് വെക്കുന്നത്. പിന്നെ സ്റ്റിക്കർ ഉണ്ടാവും, അത് നമ്മളുടെ ഡ്രസ്സുമേ ഒട്ടിച്ചു തരും. ആ സ്റ്റിക്കറും സീലും വെച്ചിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് കയറുന്നത്. ടിക്കറ്റ് ഒന്നിനുമില്ല. ടിക്കറ്റിന് പകരം നമ്മൾ എടുക്കുന്നത് ഈ ഒരു സീലും പിന്നെ സ്റ്റിക്കറാണ് കേട്ടോ. അങ്ങനെ നേരെ ഉള്ളിലോട്ട് കയറി കുറേ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് നമ്മൾ പോകുന്നത് വഞ്ചിയിൽ ആണ്. അപ്പോൾ ഒരു വഞ്ചിയിൽ 6 പേര് വീതം ഇരുത്തുള്ളവർ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ 6 പേരുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ ആ ഒരു തോണി കയറാനായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. വരുന്നവരുടെ എല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒന്നും എടുത്തില്ല, ജസ്റ്റ് അവരുടെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഇവിടെ ഒരുപാട് ഷോകളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ടാവും. ആ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ഫോട്ടോ എടുക്കും. ചിലപ്പോൾ നമ്മുടെ ഫോൺ വാങ്ങി ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടാവും അവർ പൈസ ചോദിക്കാട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകൾ. ഇവിടെ നിന്നും അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പോകാനായിട്ട്. അങ്ങനെ ഓരോ വഞ്ചികളായിട്ട് വരും. ഇവിടുത്തെ വഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെയുള്ള പോലത്തെ സാധാ വഞ്ചി തന്നെ, അതിനൊന്നും കൂടി അവർ അലങ്കരിച്ച് സെറ്റാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ വഞ്ചിയിലോട്ട് കയറി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഈ കാണുന്ന ആ ഒരു വീട് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഫുൾ നമ്മളുടെ പർച്ചേസ് ചെയ്യണ ആ ഒരു സെൻറ്ററാണ്. ഇവിടെ ഫുള്ള് ഷോപ്പിംഗ് ചെയ്യാനാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നല്ല രസകരമായ ഒരുപാട് കാഴ്ചകൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇവിടെ അങ്ങനെ സൈഡിൽ വെച്ചിരിക്കുന്ന ആ ഒരു വഞ്ചികളൊക്കെ കണ്ടിട്ടുണ്ടോ? ആ വഞ്ചികളിൽ അവർ ഫുഡ് ഉണ്ടാക്കി അത് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് കഴിക്കാനുള്ള പ്ലേസും കാര്യങ്ങളും മെനൂസും എല്ലാം അവിടെയുണ്ട്. അത് നിങ്ങൾക്ക് പോകും വഴി കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ ഇതുപോലെ വഞ്ചിയിലൊരു യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഒരുപാട് വ്യത്യാസമാണ് നമുക്ക് ഇഷ്ടം പ്രകാരം കാണാനായിട്ടുണ്ട്. എല്ലാതും എൻ്റെ ക്യാമറയിൽ പെട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിലുപരിയായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ തന്നെ ഇഷ്ടം പ്രകാരം ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് പറ്റുന്ന പോലെ ഞാൻ ക്യാമറയിൽ പതിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആ ഒരു അറ്റത്ത് നിന്ന് വരുന്ന ആ ഒരു പ്രോഗ്രാം കണ്ടോ? അവർ ഈ വെള്ളത്തിൽ തോണിയിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അവർ തന്നെ കളിക്കുന്ന ഒരു ഡാൻസ് പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ മ്യൂസിക് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോഴെങ്ങാനും കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുമല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു ഡാൻസ് കണ്ടല്ലോ, അടിപൊളിയല്ലേ. പിന്നെ ഈ ഒരു വഞ്ചിയിൽ പോകുന്നവരൊക്കെ നമ്മളുടെ കൂട്ടത്തിലുള്ളവരാണ് കേട്ടോ.
നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലോട്ട് ഇറങ്ങേണ്ട ആ ഒരു സ്ഥലത്തി അവിടെ എത്തി നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല. നമുക്ക് നൈറ്റിലും ഡേയിലും വന്ന് കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമെന്ന് തോന്നും. കൂടുതലായിട്ടും ഇവിടെ ലേഡീസിൻ്റെ ഡ്രസ്സ്, ചപ്പൽസ്, പിന്നെ എന്താ പറയുക തലയിൽ വെക്കുന്ന തൊപ്പികൾ, അങ്ങനെ പിന്നെ ഓർണമെൻറ്റ്സ് ഐറ്റംസ്, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ ബാഗുകൾ ബോയ്സിൻ്റെ പൊതുവെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ പോയി നമുക്ക് ഇഷ്ടം പ്രകാരം ഐറ്റംസ് നമുക്ക് കാണാം. ചിലപ്പോൾ നമുക്ക് തോന്നും വാങ്ങിച്ചാലോ എന്ന്. പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിയില്ല. വാങ്ങിച്ച ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുള്ള മെയിൻ കാഴ്ചകളും പർച്ചേസ് ഐറ്റംസും ഒക്കെ. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ തായ്ലൻഡ് ആയതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മളുടെ മനസ്സിലോട്ട് ഓർമ്മ വരുന്നത് പുഴുവിനെ തിന്നുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഇതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ കുറേ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസും കുറേ ഇതേപോലത്തെ പുഴുവിൻ്റെ ഐറ്റംസൊക്കെ ഫ്രൈ ചെയ്തതും മുതലേനെ ഫ്രൈ ചെയ്തതും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. ഞങ്ങൾ ഇതിൽ നിന്നും ക്രൊക്കഡൈലിൻ്റെ ആ ഒരു മീറ്റ് ഫ്രൈ ചെയ്തത് ഞങ്ങൾ വാങ്ങി കഴിച്ചായിരുന്നു. ഒരെണ്ണേ വാങ്ങിയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും കൂടി ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു. ശരിക്കും നമ്മൾ സാധാ ഇറച്ചി കഴിക്കുന്ന ആ ഒരു ഫീലിംഗ് തന്നെയാണ് കിട്ടിയത്. വേറെ പ്രത്യേകിച്ച് ആ ഒരു മീറ്റിന് ഒരു ചൊവ്വ പോലത്തെ ടേസ്റ്റോ വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സാധാ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഇറച്ചി ഫ്രൈ ചെയ്ത് കഴിക്കുന്നത് ആ ഒരു രീതിക്കാണ് കഴിച്ചത്. പിന്നെ അവരുടെ സോസുകളും മറ്റതും ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തത് പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ടർക്കിഷ് ഐസ്ക്രീം നമ്മൾ ഒന്ന് ട്രൈ ചെയ്തു. സംഭവം നല്ല രസകരമായ ഒരു കളിയായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവരെ ഇങ്ങനെ കളിപ്പിക്കുന്ന ആ ഒരു രീതി അതൊരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അത് ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരും. പിന്നെ നമ്മളുടെ നാട്ടിലത്തെ പോലെ തന്നെ ഇതേപോലെ ഇവിടെ കുറേ ഇങ്ങനെ ഫിഷ് വെള്ളത്തിൽ ഇട്ടിട്ട് നമ്മൾ കാല് വെച്ചിട്ട് മസാജ് ചെയ്യുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അവർ സെർവ് ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈ ഒരു പോകുന്ന വഴിയിൽ കാണാം. കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ബെഞ്ച് പോലെ അവരിങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയ സ്റ്റൂള് പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ആ ബെഞ്ചുമേ അവർ മെനു കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. അതിൽ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുക. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് ആ കാണുന്ന കാഴ്ചകൾ. ഓർഡർ ചെയ്യുക, അവർ ആ ഒരു വഞ്ചിയിൽ നിന്നും ഫുഡ് ചൂടാക്കി സെർവ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ രീതി. ഞങ്ങൾ വന്ന നേരത്തെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നതൊക്കെയാണ് ആ രസകരമായ കാഴ്ചകൾ കേട്ടോ. അതിനുശേഷം ഞങ്ങളിവിടെ ട്രൈ ചെയ്തത് നമ്മുടെ തായ്ലൻഡിലെ കിങ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഡൂറിയാൻ ഉണ്ടല്ലോ, അതാണ് വാങ്ങി ട്രൈ ചെയ്തത്. അതും എനിക്ക് വലിയ സ്മെല്ലൊന്നും അങ്ങനെ എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് ഒരു വെളുത്തുള്ളി കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ ഒരു ഡൂറിയാൻ ഫ്രൂട്ട് കഴിച്ചപ്പോൾ തോന്നിയത്. ഈ ഒരു ഡൂറിയാൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് കഴിച്ചതാകെ ഞാനും അമ്മയും മിക്കുവാണ് കേട്ടോ കൂടുതലും കഴിച്ചത്. പിന്നെ അപ്പച്ചനും ചേട്ടനും, ജോക്കൂട്ടൻ ഇത് തൊട്ടേ ഇല്ല, ചേട്ടനും അപ്പച്ചനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തുള്ളൂ. ശരിക്കും വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കരമായൊരു സ്മെല്ലടിക്കുമല്ലോ, അതാണ് എനിക്ക് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇവിടെ നമുക്ക് ഇഷ്ടം പ്രകാരം ഫോട്ടോസ് എടുത്ത് കൂട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോസ് എടുത്ത് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കണ്ട് അങ്ങനെ നടന്നു കേട്ടോ എല്ലാവരും. പിന്നെ നമ്മളുടെ ഇത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാംഗോ സ്റ്റിക്കി റൈസ് ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ കാര്യം അവിടെ എത്തിയപ്പോൾ വിട്ടുപോയി. ഇവിടെ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ മാത്രം ഞാനത് കണ്ടുള്ളൂ. പിന്നെ വേറെ സ്ഥലത്ത് പോകുമ്പോൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചു. പിന്നെ അതിനെക്കുറിച്ചിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല കേട്ടോ. നിറയെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഷേപ്പിലുള്ള സോപ്പുകളും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ.
അങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ലതുപോലെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. ഇനി തായ്ലൻഡിലെ അടുത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക്